ഫ്രണ്ട്സിലേക്ക് വീടിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെറുതായിട്ടൊരു മിനി ട്രിപ്പായിട്ട് നമ്മളൊന്ന് ഊട്ടി ഏറ്റവും പോവാണ്. അപ്പോൾ ഊട്ടിക്കൊരു ചെറിയ ട്രിപ്പായിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ടൈം 9:52 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. മിക്കവാറും അവിടെ എത്തുമ്പോഴത്തേക്കും 4 മണിയൊക്കെ ആവാൻ മതി. ഞാൻ നല്ല ഉറക്കമായിരുന്നു. ആ ടൈമിൽ അമ്മ എന്നെ വിളിച്ചിട്ട് നീപ്പിച്ചൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് ഞാനൊരു കല്യാണത്തിന് ഇപ്പോഴത്തെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിന് ഭയങ്കര ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു ഞാൻ ഇട്ടത്. ഇപ്പോൾ ടൈം ഉണ്ടോ 10 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം 10 മണിക്കാണ് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണത്. അപ്പോൾ ഈ ലിപ്സ്റ്റിക്കും ഏകദേശം ഒരു കുപ്പായൊക്കെ ഒരേ ഷെയ്ഡ് കളറായി പോയിട്ടോ. പിന്നെ എനിക്ക് കണ്ണട വയ്ക്കണം. പൊരി വെയിലത്താണല്ലോ നമ്മൾ പോണത്. അത് ഊട്ടിയായിട്ട് നമ്മൾ സ്കൂട്ടിക്കാണ് പോണത്. ഈ കണ്ണടേൻ്റെ ഉള്ളിൽ കൂടെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടത്. എന്നുവെച്ചാൽ കറക്റ്റ് ക്യാമറേൻ്റെ അതേമാതിരി തന്നെയാണ് ഈ കണ്ണടേൻ്റെ ഇതുള്ളത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു ഊട്ടി നിലമ്പൂർ അവിടെ എത്തിയിട്ടോ. ഈ നിലമ്പൂരിൻ്റെ അവിടെ എത്താനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് അതുപോലെ കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. കുറേ ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു കണ്ണട വാങ്ങണം എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു കണ്ണട പീടിയും തപ്പി നടക്കുകയായിരുന്നു കേട്ടോ. സംഭവം അടിപൊളി പ്ലേസ് ആയിരുന്നു. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കണ്ണടേൻ്റെ ഷോപ്പ് ഞങ്ങൾ കണ്ടെത്തി. ഷോപ്പല്ല, ഒരു പീടിയ കണ്ടെത്തിയത് ഈ ഒരു കണ്ണടയാണ് കേട്ടോ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ അങ്ങനെ വീണ്ടും പോവൽ തുടങ്ങി. ആകാശം മലയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ ഒരു ചുരമാണ് കേട്ടോ ഇത്. അങ്ങനെ ആ ഒരു ചുരം കയറി തുടങ്ങി. ഞാനധികം ബോറടിപ്പിക്കേണ്ട വെച്ചിട്ട് കുറേ അവിടെയൊക്കെ എത്തിയിട്ടാണ് കേട്ടോ ബാക്കി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആനേൻ്റെ കുറേ ഇതൊക്കെ സിഗ്നലൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്നും ഞങ്ങൾ ആനേൻ്റെ ഒന്നും കണ്ടിട്ടൊന്നുമില്ലായിരുന്നു. ഈ ഒരു ചുരം കയറുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു സംഭവം വരുന്നുണ്ട് ലാസ്റ്റിക്ക്. പിന്നെ അങ്ങനെ കുരങ്ങന്മാരെയൊക്കെ കണ്ടു തുടങ്ങിയതാ. നടു റോട്ടിലൊക്കെ നല്ല നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സർവത്തും ഒരു പഴംപടി അങ്ങനത്തെ ഒക്കെ കഴിച്ചു. പിന്നെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു സാധനം കഴിക്കാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കണ്ണിൽ ഒരു ജന്തു ആയപ്പോൾ ഞാൻ ആ മുളക് പൊടിയുള്ള സാധനമായിരുന്നു, അത് നേരെ എൻ്റെ കണ്ണിലായി. അതാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ നേരെ കാട്ടിലേക്ക് കിടക്കുകയാണ്. ഇതാണ് കാട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിച്ച് പോണത്. കയറി ചെന്ന് കുറേ കുരങ്ങന്മാരും ഇതൊക്കെ കണ്ട് മാനിനെയൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആനേൻ്റെ ഒരു കൂട്ടസഭ കണ്ടു. ആനയും ആനേൻ്റെ കുട്ടികളും കൊമ്പനാനും ഒരു ആനയ്ക്ക് ഒറ്റ കൊമ്പുള്ള ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊരു കൊമ്പ് കുത്തോടി വീണതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ആ കാട് ഏകദേശം കഴിഞ്ഞു. ഇതിൻ്റെ ഈ ഒരു ഇവിടുന്നായിട്ട് ഞങ്ങൾ ഈ ഇതിൽ കാണുന്ന ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇതിനെ കണ്ട വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായി പോയി. എങ്ങോട്ടും പോയതെന്ന് ഞാൻ കണ്ടില്ല. അതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതും ഒക്കെ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ് ചെയ്തു. പിന്നെ ഞാനിപ്പം അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ രണ്ടാമതെടുത്ത വീഡിയോ ആണ് ഇത്. പക്ഷെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി കാണുന്ന മൃഗങ്ങൾ ഇതൊക്കെ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ കുറേ ചുരം കയറി അച്ഛനോട് ഞാൻ ഒരു ഇതെടുത്തതായിരുന്നു. ഞാൻ ചുരം കയറുമ്പോൾ ഉറപ്പാണ് ഞാൻ തണക്കൂല എന്നുള്ളത്. പക്ഷെ ചുരം കയറി പകുതിയപ്പോഴത്തേക്ക് എനിക്ക് തണുത്ത് വിറച്ചു. അങ്ങനെ ഊട്ടിയിൽ ഞങ്ങൾ ഫ്ലവർ ഷോ കാണാനാണ് കാര്യമായിട്ട് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു പീടിയിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ഒന്നും വാങ്ങാതെ പോരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങി തരണ്ട് എന്നുള്ളത്. എന്നുവെച്ചാൽ സോഫ്റ്റ് ടോയ്സിൻ്റെ ഒരു പീടിയാണ് അത്. അപ്പം അതിനെന്തെങ്കിലും അതൊക്കെ മോശമാണല്ലോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. എൻ്റെ അമ്മയെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. മൊത്തം ഫ്ലവേഴ്സ് കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ച സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടമായി കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു ഇനി കൊക്ക് പോലത്തെ സംഭവമാണ് കേട്ടത്. അതിൻ്റെ മുകളിൽ ഒരു റാണിങ് പോണ ഒരു ഇതൊക്കെയാണ്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ പൂവിനോട് ഉണ്ടാക്കിയത് കേട്ടോ. കുറേ കഷ്ടപ്പാടുണ്ടാവും. പിന്നെ അതൊരു ഊഞ്ഞാല, പിന്നെ പുലീനെ ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ തണുത്തിട്ട് കോട്ടൊക്കെ ഇട്ടായിരുന്നു നടന്നുണ്ടായിരുന്നത്. പിന്നെ നല്ല രീതിയിലുള്ള അടിപൊളി ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഊട്ടിലൊക്കെ എല്ലാവരും നല്ല ഇതൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പം.
ഇപ്പം എടുത്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇവിടുത്തെ പൂവും കാര്യങ്ങളൊക്കെ കാണാൻ. ഒരു മുതലുണ്ട് കുളത്തുനിന്ന് തലയിട്ട് വെക്കണേ, അതൊക്കെ പ്ലാസ്റ്റിക് അല്ല, അതിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതൊരു പൂവിൻ്റെ കൂമ്പാരം പോലെ കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഈ ഒരു ഇവിടെ ഊട്ടിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു തണുപ്പും ഇതേപോലെ കുറേ ഫ്ലവേഴ്സും കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിൽ നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊന്ന് കിട്ടിയാലോ എന്നുണ്ടായിരുന്നു, എടുത്താലോന്നുണ്ടായിരുന്നു, പക്ഷെ എടുക്കാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ട് കിടക്കി നല്ല മഴ വന്നു. അപ്പോൾ ഞങ്ങൾ അടിയിലേക്ക് എത്തുമ്പോൾ പെരുമഴ ആവോ എന്ന് നല്ല രീതിയിൽ ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പായായിരുന്നു പെരുമഴ പെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് നടക്കുമ്പോൾ അത്ര മഴയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ വണ്ടി എടുത്തപ്പോഴത്തേക്ക് പെരും മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചതായി ഇറങ്ങുകയാണ്. ഇവിടെ ഒന്നും അധികം മഴയില്ല. ഇവിടുന്ന് ഞാനിതാ ഈ ഒരു പവനായിട്ട് വാങ്ങിയത് എനിക്ക് ഫേവറേറ്റ് ടോയ് ആയി ആണ് കേട്ടോ. ഇതെൻ്റെ കസിൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഈ സെയിം സാധനം. പിന്നെ ഞങ്ങളങ്ങനെ ഒരു ഇവിടെ കയറി ഇന്ന ഫോട്ടോ എടുക്കണം, അതിൻ്റെ ഇടയ്ക്ക് അമ്മ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ കേട്ടോ. ഞാനിതാ ഈ ചുവപ്പ് കോട്ട്, അതിന് നമ്മൾ ബ്ലാക്ക് കോട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് മൊത്തം നല്ല പെരും മഴയായിരുന്നു. ഇപ്പോഴും വീട്ടിൽ നല്ല മഴയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ബാക്കി വ്ളോഗും കാര്യങ്ങളൊന്നും ബാക്കി വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവം ഉണ്ടായി. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ചുരം അവസാന സംഭവം വരുന്നുണ്ടെന്ന്. ആ ചുരം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വരുന്ന ടൈമിൽ ആനേൻ്റെ ഒരു ഗ്രാമസഭ കൂട്ടസഭ എന്നൊക്കെയാണ് പറയാം. അത്രത്തോളം ആന അവിടെ കുറേ ഉണ്ടായിരുന്നു. ഞങ്ങളായിരുന്നു ഏറ്റവും മുന്നിലുണ്ടായിരുന്നത്. ഞാൻ വെറുതെ ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇഷ്ടംപോലെ വണ്ടി ഞങ്ങളെ തൊട്ട് ബാക്കിൽ തന്നെ ആയിരുന്നു കേട്ടോ. എല്ലാവരും ഞങ്ങളെ ബാക്കിലായിരുന്നു. പിന്നെ ഞങ്ങളെ ഫ്രണ്ടിലേക്ക് വേറൊരു വണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ പോന്നു. പെരും മഴയായിരുന്നു. എൻ്റെ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ തന്നെ വെള്ളപ്പൊക്ക രീതിയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സംഭവം പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടുണ്ടായിരുന്നു ആനനെ കണ്ടപ്പം. പിന്നെ എനിക്ക് ആ വീഡിയോ മിസ്സായതിന് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. മറ്റേ ആ കട്ടുപോത്തോ എന്തൊക്കെയോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇതിലായിട്ട് പോകുമ്പോൾ ആദ്യമായിട്ട് കണ്ടൊരു സംഭവമായിരുന്നു കേട്ടോ. അതിന് വരെ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ കാര്യമില്ല, അമ്മേൻ്റെ അച്ഛനും കൂടി ചെയ്തിട്ട് അത്രേ ഉള്ളൂ. അപ്പം ബൈ.